Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇതിന് ടോട്ടൽ 4 ലേയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണത് ഈ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുക്ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, മാജിക് കളേഴ്സിലുള്ള. അത് വെച്ചിട്ട് ഇതിനൊന്ന് ഫുള്ളായിട്ട് ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യണേ. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഷാർപ്പ് എഡ്ജും പിന്നെ സൈഡിൽ പിന്നെ അധികം ഫിനിഷിങ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അവിടെ വേറൊരു ഡെക്കറേഷനും കൂടി വരാനുള്ളതാണ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ള ലുക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു വൈറ്റ് കളറിലുള്ളൊരു ഡിസൈൻ വരണം, ഒരു ലൈനായിട്ട് വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്തതിൽ ഫിനിഷിങ് കുറഞ്ഞിട്ടുള്ള ഭാഗം ഫ്രണ്ടിലേക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്കല്ല, ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ഫിനിഷിങ് ഇല്ലാത്ത ഭാഗങ്ങളാവും, ഫിനിഷിങ് കൂടുതലുള്ള ഭാഗം അത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിലും അതുപോലെ ഒരു സൈഡിലുമാണ് നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ വരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് നമുക്ക് ഡെക്കറേഷൻ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഓപ്പൺ നോസിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈന് പോലെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗ് വലിയ ഹോളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്രീം വരും. ആ ക്രീം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫൈനൽ കോട്ടിങ്ങും ആ ഒരു ഫിനിഷിങ് ചെയ്യില്ലേ, അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് 3 ലൈനായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് 4 ലൈന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 4 ലൈന് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ തിക്നെസ് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തിക്നെസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അധികം ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ടൈം അതിലിങ്ങനെ നമ്മൾ ലെവലാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും തിക്നെസ് കുറച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ അത് ഞാനൊന്ന് സ്ക്രാപ്പർ വെച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഫിനിഷിങ്ങിൽ ഒറ്റ ലൈൻസൊക്കെ എല്ലാം ഒരുപോലെ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്തിട്ടും ആ ഒരു സെൻറ്ററൊന്നും ഫില്ലാവണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്തു. ഇനി ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ ഈ ഒരു സ്ക്രാപ്പറിൻ്റെ മാർക്കൊക്കെ പോണ വരെ നമ്മളിതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫിനിഷിങ് ആക്കി എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യണം അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ട് ആ ഒരു പിങ്ക് കളർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ക്രീം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതുപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഡ്സ് വരുന്നത് 2 ടൈപ്പ് ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ചെറിയ ബീഡ്സും അതുപോലെ അതിൻ്റെ വലിയ സൈസിലുള്ളതും. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ ബീഡ്സാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബീഡ്സ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റായി പോവും. ഇത് നമ്മൾ 2 ടൈപ്പ് ബീഡ്സ് ഉണ്ട് കേട്ടോ. അതായത് ലോക്കലും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞതാണ് പെട്ടെന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ ഒലിച്ച് വന്ന് ഇറങ്ങുക. അപ്പോൾ ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടോപ്പിലും കുറച്ചിട്ടിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ തരിയായിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഇടയ്ക്കായിട്ട് കുറച്ച് വലിയ സൈസിലുള്ള ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു ക്വാളിറ്റി ഉള്ള ബീഡ്സ് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഗ്ലേസിങ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈ വലിയ ബീഡ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ തലേ ദിവസം കേക്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മെൽട്ടായി പോകുന്നില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്ത ബീഡ്സും തമ്മിൽ യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചിട്ട് നമ്മൾ അധികം നേരം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ കഴിയില്ല, ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കായിട്ട് ഞാൻ വലിയ ബീഡ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ടും കുറച്ച് വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ ഉള്ളിൽ കൊടുക്കണം കേട്ടോ, ഹൈറ്റിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കില്ലാതെ വെക്കുകയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് അതുപോലെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ കുറച്ചൊരു ഹൈറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും ഫ്ലവേഴ്സ് വെക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നുക കേട്ടോ. അപ്പോൾ 2-3 ടൈപ്പ് ഫ്ലവേഴ്സ് വെച്ചു, പിന്നെ കുറച്ച് ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക 2 സ്റ്റിക്കായിട്ടുള്ള ലീഫാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ലീഫും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഒരിക്കലെങ്കിലും ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. ഈ ഒരു പേരിൽ തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.